പ്രദീപേ. ജെ പി, നിനക്കൊരു പണി വരുന്നുണ്ട്. നിന്റെ കൂടെയുള്ള ഗണേശൻ അറസ്റ്റില്ല. കള്ളനോട്ട് മാറിയതാ കേസ്. ഇന്നലെ ഒരു 1000 രൂപയുടെ കള്ളനോട്ട് അവൻ മഹാറാണിയിലെ ബാറ് കൊടുത്തു. ഇന്ന് വീണ്ടും ബാറ് ചെന്നപ്പോഴാ അവിടുത്തെ സ്റ്റാഫ് അവനെ പിടിച്ചത്. അവൻ പറയുന്നത് നീ ഓഫീസിൽ കൊണ്ടുവച്ച കാശെന്ന് കട്ടതാ ആ നോട്ട്. നിന്നെ പൊക്കാനാ സീന്റെ പ്ലാൻ. പ്രദീപ്, നീ വെച്ചോ, ഞാൻ വിളിക്കാം. നമ്മൾ നീ സാറിനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോ. എന്നിട്ട് കിട്ടുന്ന ട്രെയിനിൽ സാറിനെ കയറ്റി വിട്. മൊബൈൽ ഓഫ് ചെയ്തിട്ട് നീ മുങ്ങിക്കോ. നീയോ? ഞാൻ പിടികൊടുക്കാൻ പോവാ. ഞാനെന്തിനു വിളിക്കുന്നത്? ഞാനും വരാം. ഏത് അലാക്കിലേക്കായാലും ഞാനും കൂടിയുണ്ട്. സീച്ചെ, നീ പുറത്തുണ്ടാവണം. ഞാൻ പറയുന്ന കേക്ക്. ജയിലിലേക്കാണ് ഞാൻ പോവാൻ മോനെ. ചാവാനൊരു സ്ഥലം അതല്ലേ എനിക്കിനി വേണ്ടു. അതിന് ജയിൽ മുറിയേക്കാൾ നല്ല സ്ഥലം വേറെ ഉണ്ട് സാർ. ഇത് ഞാൻ ഒറ്റയ്ക്ക് കളിച്ച് തോറ്റ കളിയാ. ഇതിന്റെ പിഴ എന്താണെങ്കിലും അത് ഞാൻ തന്നെ കൊടുത്തേ പറ്റൂ. ഇറങ്ങടാ, സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. എന്ന് എപ്പോ എന്നൊന്നും അറിയില്ല. എങ്കിലും വീണ്ടും കാണുമെന്ന പ്രതീക്ഷയില് നമുക്ക് പിരിയാം. എടാ, ഞാൻ എന്തിനാ രക്ഷപ്പെടുന്നത്? എല്ലാം പങ്കുവെച്ചവരല്ലേ നമ്മള്. 2 കുടുംബങ്ങളില്ലടാ നമുക്ക്. അവർക്കൊരുത്തനെങ്കിലും വേണ്ട തുണയായി. ഇതൊക്കെ തന്നെ നമുക്കൊക്കെ പറഞ്ഞിട്ടുള്ളൂ. രക്ഷപ്പെടില്ലടാ. ഒന്ന് നേരം വെളുക്കുമ്പോഴേക്കും കോടീശ്വരനാവെന്നൊക്കെ പറഞ്ഞ വെറുതെ കാണുന്ന സ്വപ്ന. നടക്കില്ലടാ, ഒന്നും നടക്കില്ല.
പാപ്പൻ ചേട്ടാ. ആ എന്തിനാ മോനെ തൊണ്ടയുടെ ഓയിൽ സീൽ പൊട്ടിക്കുന്നേ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് ലയോൺസിന്റെ മീറ്റിംഗാ. ഒന്ന് താഴേക്ക് വാ. എന്നെ താഴേക്ക് ഇറക്കാൻ നോക്കാതെ നീ കേറി വരാൻ നോക്ക്. പാപ്പൻ ചേട്ടാ, അന്ന് ഞാൻ തന്ന 1 കോടി റുപ്യ ഇവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണോ? എന്താ 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 എന്താ? അത് മാത്രമല്ല വേറെയും പണം ഇവിടെ ഉണ്ട് മോനെ. നീ കാര്യം പറ, സമയമില്ല. അത് ഇവിടെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചോ പാപ്പൻ ചേട്ടാ. അത് കള്ളനോട്ടാ. കള്ളനോട്ടോ? മഹാഭാവി, നീ എന്താ പറഞ്ഞേ? ഞാൻ തന്നത് കള്ളനോട്ടുകളായിരുന്നു എന്ന്. പാപ്പൻ ചേട്ടാ, പോലീസ് എന്നെ അന്വേഷിച്ച് ഇറങ്ങിക്കഴിഞ്ഞു. ഞാൻ അവരെ ഇങ്ങോട്ട് വരുത്തും. അവര് വരുമ്പോ പാപ്പൻ ചേട്ടൻ കാണിക്കേണ്ടത് 99,99,000 രൂപയുടെ ഒറിജിനൽ നോട്ടുകളാ. ഇല്ലെങ്കിൽ പെടും. ആര് പെടുമെന്ന്? നീ പെടും. നിന്നെ ഞാൻ പെടുത്തും. ഫ്രോഡ് കളിച്ച നീയല്ലേ? അതൊക്കെ കോടതിയിൽ തെളിയാൻ കാലം കുറെ എടുക്കും പാപ്പൻ ചേട്ടാ. പോലീസ് വന്ന അവർ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ 2 പേരെ ആയിരിക്കും. 2 പേർക്കും രക്ഷപ്പെടാനുള്ള വഴിയാ ഞാൻ ഈ പറയുന്നത്. ഞാൻ തന്ന കാശിന് പകരം പാപ്പൻ ചേട്ടൻ അവരെ കാണിക്കുന്നത് ഒറിജിനൽ നോട്ടുകളായിരിക്കണം. നിന്നെ രക്ഷിക്കാൻ ഞാൻ കൂട്ടുവെക്കണോ? നീ തന്തയില്ലായ്മ കാണിച്ചിട്ടുണ്ടെങ്കിൽ നീ പണമത്ത് വിളിക്കണ പോലീസിനെ. അല്ല ഇവിടെ ഞാൻ വിളിക്കാം. നമ്പർ പറയടാ. 100 വിളിക്കണോ? എടോ പാപ്പ, 7 കൊല്ലം ശിക്ഷ കിട്ടാനുള്ള തെറ്റാ ഞാൻ ചെയ്തത്. അതിന്റെ കൂട്ടത്തിൽ ഒരു 5 കൊല്ലം കൂടി കിടക്കേണ്ടി വരും. തന്നെ ഞാൻ കൊന്ന. അതെന്നെ കൊണ്ട് ചെയ്യിക്കരുത്. ഞാൻ തന്ന അഡ്വാൻസ് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലല്ലടോ എനിക്ക് തറപ്പണിക്ക് ഇറങ്ങേണ്ടി വന്നത്. പോലീസിനെ ഞാൻ വിളിക്കാൻ പോവാ. തൽക്കാലം അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ താൻ എന്നെ സഹായിച്ചേ പറ്റൂ. തനിക്ക് കിട്ടാനുള്ളത് കിട്ടിയിരിക്കും. ചെല്ല്, ആ കാശ് എടുത്ത് മാറ്റി വെച്ചിട്ട് ഒറിജിനൽ നോട്ടുകൾ ഒരു പെട്ടിയിൽ റെഡിയാക്ക്. മറക്കണ്ട, 1 കോടിയിൽ നിന്ന് 1000 രൂപ മാറ്റി വെച്ചിട്ട് വേണം അവരെ കാണിക്കാൻ. ഹലോ, കസവ സി അല്ലേ സാർ? ഞാൻ ജയപ്രകാശാണ്. എൻ്റെ ഒരു സ്റ്റാഫ് ഗണേശനെ. അതെ സാർ, ഞാൻ നമ്മുടെ ഗോൾഡൻ പാപ്പൻ ചേട്ടൻ്റെ വീട്ടിലുണ്ട്. സാർ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ സ്റ്റേഷനിലേക്ക് വരാം സാർ. ഇല്ല, ഓ, ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം. ശരി സാർ. ഇയാള് പോയില്ലേ? എടാ സാമദ്രോഹി, നിന്നെ. എടാ എൽദോസേ, കഞ്ഞി എടുക്കട്ടോ? കഞ്ഞിയല്ലടാ, ഉണ്ടാ, ഗോതമ്പുണ്ടാ. മേളിലോട്ട് വാടാ, ഒരു കാലിച്ചാക്കൻ കയ്യിലെടുത്തോ. സുരേട്ടാ, ഞാനാ. ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറയുന്നത് സുരേട്ട സ്വസ്ഥായിട്ട് കേൾക്കണം. ചാക്കെന്തിനാ? ഇത് മുഴുവൻ ആ ചാക്കിനകത്ത് വാരിയിട്ട് കെട്ടി വിറക് വരെ കൊണ്ടുവെക്കണം. ഓ, ലൈൻസിന് പോകുന്നില്ലേ? ഇനിയിപ്പോ അവന്റെ അപ്പന്റെ വായിക്കരിക്കിടാൻ ഒറിജിനൽ 1 കോടി ഉണ്ടാക്കണമല്ലോ. എന്റെ ഈശോയെ. കർത്താവേ, ആ ചെറുക്കൻ എനിക്കിട്ട് പണിയൊന്ന് നീ ഒരു സൂചന പോലെ തന്നല്ലോ. കൊടി കൈപ്പറ്റി അവൻ എക്രിമെന്റ് എഴുതി കൊടുക്കില്ല. നിങ്ങള് പാപ്പന് കൊടുത്ത ആ പണം ഞങ്ങൾക്കൊന്ന് കാണണം. അകത്തേക്ക് ഇരിക്കാം സാർ. വരൂ. താങ്ക് യു. പാപ്പൻ ചേട്ടാ, ഇരിക്കൂ സാർ. നമസ്കാരം സാർ. ഇയാള് പറയുന്നല്ല സത്യമാണോ? 1 കോടി രൂപ നിങ്ങൾക്ക് തന്നു? ഓ ശരിയാ, അത് ഇവിടെ തന്നെയുണ്ട്. ഈ കള്ളനോട്ട് കൊടുക്കുന്ന ഒരുപാട് കേസുകളായി. എടാ എൽദോസേ, അല്ല, ഏത് വകുപ്പില 1 കോടി ക്യാഷ് ആയിട്ട്? നിങ്ങൾ തമ്മിൽ എന്താ ഇടപാട്? അയ്യോ, അത് പറഞ്ഞില്ലേ, ഷോപ്പിംഗ് മാൾ. എന്റെ ഗോൾഡൻ മാൾ ജയപ്രകാശ് വാങ്ങിയതിന്റെ അഡ്വാൻസാ. അയ്യോ, അങ്ങനെ റൊക്കം ക്യാഷ് എടുത്ത് വീശിയൊന്നും അല്ല സാർ. എല്ലാം കൂടെ പലയിടത്തുനിന്നായിട്ട് ഒപ്പിച്ച് പാപ്പൻ ചേട്ടൻ കൊണ്ടുപോയി കൊടുത്തു. വിളിച്ചായിരുന്നോ? ആ, എടാ ബെഡ്റൂമിൽ ഒരു പെട്ടിയുണ്ട് എന്റെ കട്ടിലിന്റെ താഴെ. ഇങ്ങെടുത്തോണ്ട് ചാക്കാന്നോ? എടാ ബെഡ്റൂമിൽ ഒരു പെട്ടിയുണ്ട് എന്റെ കട്ടിലിന്റെ താഴെ. ഇങ്ങെടുത്തോണ്ടാ.
ഓ, തുക ഞാൻ എണ്ണി നോക്കി. 1000 രൂപ കുറവുണ്ടെന്ന് വിളിച്ച് പറയുകയും ചെയ്തു. ഇനി ഇതിന്റെ അകത്ത് വേറെയും പെട്ടിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. ഈ പണം ഞങ്ങൾ കൊണ്ടുപോകും. ആ. ഒന്ന് വിശദമായി പരിശോധിച്ചിട്ട് തിരിച്ചു തരാൻ കഴിയും. മതി, വിശദമായിട്ട് പരിശോധിച്ചോളൂ. അതാ പാപ്പൻ ചേട്ടൻ നല്ലത്. ഈ ഒറിജിനലും ഡ്യൂപ്ലിയും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ കണ്ണിൽ പെടില്ലല്ലോ. അന്നെ ഒന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചേക്കണം. സാർ, ഇനി ഈ പണം ഒറിജിനൽ ആണെങ്കിൽ തന്നെ എൻഫോഴ്സ്മെന്റിന്റെ ഒരു എൻക്വയറി ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പണം കിട്ടിയതിന്റെ സോഴ്സ് നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതിന് പുറമെ IT. ഈ പണം ഞാൻ 2 പേരിന്ന് കടം വാങ്ങിയതാ സാർ. ഒന്നെന്റെ NRI സുഹൃത്ത് അഷ്റഫ്, മറ്റതിന്റെ റിലേറ്റീവാ സുരേന്ദ്രൻ. നമ്മുടെ ബിഗ് ബസാറിൽ ഹോൾസെയിൽ അരിക്കച്ചവടം നടത്തുന്ന പാപ്പൻ ചേട്ടനൊക്കെ അറിയാം. ഓ അറിയാമേ. ആ, ഞാൻ വിളിക്കുമ്പോൾ ജയപ്രകാശൻ സ്റ്റേഷൻ വരെ വന്നേക്കണം. തീർച്ചയായിട്ടും. സാർ, നമ്മുടെ ഗണേശന്റെ കാര്യം അയാളെ റിമാൻഡ് ചെയ്യും. ഞങ്ങളുടെ എൻക്വയറി റിപ്പോർട്ടിന്റെ ബേസിസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെയിൽ ഔട്ട് ചെയ്യാം. ഓക്കെ. ഓ, ആ, ഈ കൊണ്ടുപോകുന്ന പണം ഒറിജിനൽ ആണെങ്കിൽ ഇത് ഒറിജിനല്ല, അക്കാര്യത്തിൽ സംശയമേ വേണ്ട. ആ, എന്നാ കൊള്ളാം. ഇത് ഒറിജിനൽ ആണല്ലോ അല്ലേ? നിങ്ങളാണ്ട് ചോദിച്ചു. AC ബെഡ്റൂമുകളും ഡ്രോയിങ് റൂമും ഉള്ള വീട്, മുറ്റത്ത് പച്ച പുല്ലും പൂന്തോട്ടവും, പോർച്ചിൽ 4 കാറ്, കൂട്ടില് പട്ടികൾ, കേറ്റിലൊരു പാറാവ്. കുടിക്കുന്നെങ്കിൽ അത് സിംഗിൾ മാൾട്ട് വിസ്കി അല്ലെങ്കിൽ കോണിയാക്ക്. ഇടുന്ന കുപ്പായവും അണ്ടർവെയറും ബ്രാൻഡഡ്. ദുബായിലൊരു റെസിഡന്റ് വിസ, ആഘോഷരാവുകൾ കരങ്ങുണ്ടാക്കാൻ കയ്യിൽ പൂത്ത കാശുള്ള ചങ്ങാതിമാർ. വർഷത്തിൽ 3-4 ഫോറിൻ ട്രിപ്പുകൾ. വയനാട്ടിലോ മൂന്നാറിലോ ഒരു തോട്ടം, അതിലൊരു ബംഗ്ലാവ്. ചങ്ങാതിമാരുടെ കൂട്ടത്തിൽ മിനിമം 3-4 മന്ത്രിപുത്രന്മാർ, പോലീസിലും ഇഷ്ടക്കാരായ സംരക്ഷകർ. ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞ് സ്വന്തം ഭാര്യയെ കൂടുതൽ സ്നേഹിക്കാൻ, യാത്രകൾക്കിടയിൽ കൂട്ടുകിടക്കാൻ കാശിന് കിട്ടുന്ന പെൺശരീരങ്ങൾ. ശരാശരി വിദ്യാഭ്യാസമുള്ളൊരു മലയാളി ചെറുപ്പക്കാരൻ്റെ ഈ സ്വപ്നങ്ങൾ എൻ്റേതുകൂടിയായിരുന്നു പാപ്പൻ ചേട്ടാ. അതാണ് ഈ കള്ളനോട്ടിന്റെ രൂപത്തിൽ കത്തിച്ചാരമാകുന്നത്. എന്റെ 1 കോടി രൂപയടായി കത്തുന്നു. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അപ്പന്റെ വിയർപ്പിന്റെ ഉപ്പിട്ട കഞ്ഞി കുടിച്ചു തുടങ്ങിയ ജീവിതം ഇന്ന് ഈ കാണുന്ന നിലയിൽ എത്തിച്ചതിന്റെ പിന്നിൽ എന്റെ ചോരയും നീരും കണ്ണീരും ഉണ്ടടാ. അതിലൊരു 10 രൂപ നഷ്ടം വന്ന എന്റെ ചങ്ക് പൊള്ളും. 1 കോടിയാണ് ചെക്കു തന്റെ സന്തതിയെ നീ മുക്കിയത്. എൻ്റെ പാപ്പൻ ചേട്ടാ, മൈ ഡിയർ കോമറേഡ്, തനിക്ക് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. മറിച്ച് ലാഭമാണ് ഉണ്ടാവാൻ പോകുന്നത്. എടാ, 1.25 കോടി കിട്ടി ബോധിച്ചു എന്ന് ഞാൻ നിനക്കെഴുതി ഒപ്പിട്ട് തന്നില്ലേടാ. അതിൽ 1 കോടി അല്ലേടാ ഈ കത്തുന്നത്. ഇതല്ലേ ആ മുദ്രക്കടലാസ്? 1.25 കോടി തനിക്ക് ഞാൻ തന്നതിന്റെ തെളിവ്. അതും തീയിലേക്ക്. ഇനി പറയാൻ പോകുന്ന കണക്ക് ശ്രദ്ധിച്ച് കേട്ടോ. 85 കോടി റുപ്യയ്ക്ക് താനീ കെട്ടിടത്തിന്റെ എല്ലും കൂടെ എനിക്ക് വിറ്റത്. ഞാനത് അറുമുഖൻ മകൻ സിദ്ധാർത്ഥിന് 94 കോടി റുപ്യയ്ക്ക് വിറ്റ് 50 ലക്ഷം അഡ്വാൻസ് വാങ്ങി. മഹാപാപി. ഈ കടലാസ് കത്തിത്തീരുമ്പോൾ ഞാൻ ഈ കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്നു. പിന്നെ കളി നിങ്ങളും സിദ്ധാർത്ഥനും തമ്മിലാകുന്നു. കൊടുത്ത അഡ്വാൻസ് 50 ലക്ഷം മാറ്റി വെച്ചാൽ 93.5 കോടി റുപ്യ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ പാപ്പൻ സാറേ, ഈ കളി കഴിയുമ്പോൾ നിങ്ങളുടെ ലാഭം എത്ര അറിയോ? 8.5 കോടി റുപ്യ. അത് വേണ്ടടാവേ, നീ എനിക്ക് 25 കഴിച്ച് 84.75 ലാഭം കിട്ടുന്ന നീ എടുത്തോ.
വേണ്ട പാപ്പൻ ചേട്ടാ, ജയിലിന്റെ പടി വരെ എത്തി തിരിച്ചു വന്നവനാ ഞാൻ. നിങ്ങൾ എന്നെ രക്ഷപ്പെടുത്തിയത്. അതിനുള്ള നന്ദി മാത്രമല്ല ഈ പണം. ഇന്ന് ഞാനിവിടെ ഉപേക്ഷിക്കുന്നത് എൻ്റെ പഴയ ജീവിതം കൂടിയാ. സ്നേഹിക്കുന്നൊരു പെണ്ണുണ്ട്, കൂട്ടുകാരനുണ്ട്, അമ്മയും പെങ്ങളുണ്ട്. അവരുടെ ചെറിയ ലോകത്തിനപ്പുറത്തേക്കുള്ള വാതില് ഇന്ന് ഞാൻ അടച്ചു. അവന്റെ കഥയാണിത്. നമ്മുടെ നാട്ടിലെ നിരവധി ചെറുപ്പക്കാരുടെ കഥ അല്ലേ? അതെ. ഇപ്പൊ എവിടെയുണ്ട് ഈ മഹാൻ? സാറിന്റെ അനിയത്തി. അവള് വിവാഹമൊക്കെ കഴിച്ച് സുഖമായിട്ട് കഴിയുന്നു. ആരെ? അവനെ തന്നെ, അല്ലാതെ ആരെ? ആ മെറ്റലൊന്ന് മിക്സാക്കി പോകാൻ കണ്ടില്ലേ? എന്താ ഇത്? ആ പോട്ടെ. മേനു സാറിൻ്റെ അടുത്ത് നിന്ന് വന്നവരാ. മംഗലാപുരത്തുള്ള ഒരു കസ്തൂർബ സേവാ മന്ദിർ, ഒരു ഹോസ്പിസ് സെന്ററാണത്. ഈ ആരുമില്ലാത്ത രോഗികൾക്ക് വേണ്ടി നടത്തുന്ന ആ, മേനു സാർ ഇപ്പം അവിടെയാണ് ഉള്ളത്. എന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നു അത്ര. എത്രയും വേഗം ഞങ്ങളെത്താം. ശരി. ജയപ്രകാശ് എന്ന PWD കോൺട്രാക്ടറെ കണ്ട വിശേഷമൊക്കെ പറയാം. സന്തോഷാവും അദ്ദേഹത്തിന്. ഞങ്ങൾ ഇറങ്ങട്ടെ. ആ ശരി. ഇന്നലെ എത്തുമെന്ന് പ്രതീക്ഷിച്ചു. പുറപ്പെടാൻ വൈകി. അതെ, വൈകി. രാത്രി മുഴുവൻ നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഇന്ന് രാവിലെ വോളണ്ടിയേഴ്സ് ചെന്ന് നോക്കിയപ്പോഴാണ് കണ്ടത്. എന്താ? വരൂ. എവിടെ നിന്നോ വന്ന് കയറി വിചിത്രമായൊരു ജീവിതത്തിനൊരു ഏട് മാത്രം തുറന്നു. പറഞ്ഞതിലേറെ പറയാതെ ബാക്കി നിർത്തി. ശരീരം ഉപേക്ഷിച്ചപ്പോൾ എവിടേക്കോ യാത്രയായി. എന്തിനായിരുന്നു മേനോൻ ജയപ്രകാശിനെ കാണണം എന്നാവശ്യപ്പെട്ടത്? എന്തായിരുന്നു അയാൾക്ക് പറയാനുണ്ടായിരുന്നത്? അതിനെ എങ്ങനെയാണ് ജയപ്രകാശ് അറിയുക? ആരെങ്കിലും അത് അയാളെ അറിയിച്ചേ പറ്റൂ.